ഗെയിമിംഗ് സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മാജിക് റാമ്പേജ് ആണ് കളിക്കാൻ പോകുന്നത്. അതും വെറുതെ കളിയല്ല, ഞാൻ പണ്ടെപ്പോഴോ പറഞ്ഞതായിട്ട് തോന്നുന്നു. ഞാൻ മാജിക് റാമ്പേജ് സീസൺ തുടങ്ങാന്ന്. അപ്പോൾ ഞാൻ തുടങ്ങാൻ പോവുകയാണ് ഗൈസ്. ന്യൂ ചാപ്റ്റർ. സോറി ഇത് ഒരു മിനിറ്റ് ഗൈസ്. നമുക്കപ്പോൾ നമ്മുടെ ന്യൂ ഗെയിം തുടങ്ങാം. ന്യൂ ചാപ്റ്റർ. ഇതിൽ ഞാൻ കളിക്കുന്നില്ല ഗൈസ്. റാമ്പേജ് മോഡിൽ കളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിമീസിന് ഭയങ്കര പവറാണ്. ഒരു കുഴിയിൽ വീണ് കഴിഞ്ഞാൽ തന്നെ ഫുള്ള് ഡെഡ് ആവും, ഫുള്ള് ഹാർട്ട് പോവും. അതാണ് ഇപ്പോൾ പ്രശ്നം. എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടർ ഇതാണ്. ഡ്രസ്സും കൊണ്ടല്ല കേട്ടോ, ഒന്നും മാറ്റാനില്ല. എനിക്ക് ഗ്ലൗസ് മാത്രം മാറ്റാനുള്ളൂ. നമ്മൾ കളിക്കാൻ പോവുകയാണ് ന്യൂ ചാപ്റ്റർ. ഗെയിം അറിയാവുന്നവരായിരിക്കും നിങ്ങളിൽ പലരും. മാജിക് റാമ്പേജ് അത്യാവശ്യം നല്ല ഗെയിമാണ്. 4.5 റേറ്റിംഗ് ഉള്ള ഗെയിമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഗെയിമാണ്. ഞാൻ ഇൻട്രോ സ്കിപ്പ് ചെയ്യണില്ല. ഓക്കെ, അപ്പോൾ അടിപൊളിയാണ്. ബട്ട് വൺസ് അപ്പോൺ എ ടൈം ലോക്ക് എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇൻവേർട്ടഡ് കാസ്റ്റ്. ഓക്കെ ക്ലാരിറ്റി ഇത്തിരി കുറവായിരിക്കും കേട്ടോ. മേളിൽ നിങ്ങൾ കണ്ടില്ല അവിടെ, അത് ട്യൂബ് ലൈറ്റ് അടിക്കുന്നതിൻ്റെയാണ്. വെട്ടം കിട്ടാൻ വേണ്ടി ഇട്ടതാ, പക്ഷെ അത് സ്ക്രീനിലേക്ക് അടിക്കുന്നുണ്ട്. മറ്റേത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അടിക്കും, അതാ പ്രശ്നം. ഓക്കെ, അപ്പോൾ ഇവൻ വലിയൊന്ന് രാജാവാണ്. ഇവനെയൊക്കെ ഞാൻ കൊന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇതിൽ ഞാൻ കൊന്നിട്ടില്ല. ആ ഡ്രസ്സൊക്കെ അവിടെ തന്നെ ഉണ്ടാവും, ബട്ട് നമുക്കത് എടുക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 5 ലെവലുകളെങ്കിലും ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ടാസ്ക്. നമുക്കിങ്ങനെ എടുക്കാം, പക്ഷെ നമ്മൾ പെട്ടെന്ന് തന്നെ കോസ്റ്റ്യൂം ഇങ്ങോട്ട് മാറും. ചാപ്റ്റർ 1 ഡ്രാഗൺ 1 നിങ്ങൾക്ക് പോയിൻ്റൊക്കെ എടുക്കാം. ഇന്ന മണ്ടയിലേക്ക് പോയി കഴിഞ്ഞാൽ സീക്രട്ട് ഏരിയാസ് ഉണ്ട് ഇതിനകത്ത് കുറെ. അപ്പുറത്തേക്കുള്ളതൊരു സീക്രട്ട് ഏരിയ ആണെന്നാണ് തോന്നുന്നത്. അപ്പോ ഓക്കെ, അതൊരു സീക്രട്ട് ഏരിയ അല്ല, പക്ഷെ അതൊരു സീക്രട്ട് ഏരിയ പോലത്തെ ഒരു ഏരിയ ആണ്. ഇതൊക്കെ താണ്ടി മറികടന്ന് നമ്മൾ വേഗം കഷ്ടപ്പെടണം. താഴെ വീഴരുത്. ഈ കുഴിയുടെ വരെ ഞാൻ പറഞ്ഞത്. ഇത് മറ്റേ റാമ്പേജ് മോഡിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, ബോഡി പോലും കിട്ടില്ല, ഫുള്ള് എന്നിട്ട് ഡെഡാവും. ആ പെണ്ണുള്ള കുറച്ചൊന്നും കഷ്ടപ്പെട്ടോട്ടെ. നമുക്ക് 3 ഡയമണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേഗം നമുക്കൊരു കത്തി തരും. ഹലോ ബ്രോ, വേഗം കത്തിതാ. ഹൈ യു സോൾജർ, വേഗം കത്തിതാ. എനിക്കിങ്ങനെ കേൾക്കണ്ട, എനിക്ക് കത്തിതാ. ഈ ടെപ്പി തുറക്കും, എന്നിട്ട് ഇവരൊരു കത്തി തരും. നന്ദിയുണ്ട്, ഞാൻ തിരിച്ചു പോവാണ്. ഗൈസ്, എനിക്കിപ്പോൾ കത്തി കിട്ടിയിട്ടുണ്ട്. ഗൈസ്, എനിക്ക് തോന്നുന്നില്ല എനിക്ക് 5 എണ്ണം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ജോയിസ്റ്റിക്കിൻ്റെ ചാർജ് കഴിയാറിയാം. അപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും, ഒന്നല്ലെങ്കിൽ ഒരെണ്ണം നോക്കാം ഗൈസ് കംപ്ലീറ്റ് ചെയ്യാം. സീക്രട്ട് ഏരിയ എന്താണ് ബ്ലോക്ക് ഇടുന്ന് കാണിക്കാത്തത്? സീക്രട്ട് ഏരിയ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. സമയമില്ല, നമുക്ക് കുറെ ടാസ്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ടാസ്ക് ഒക്കെ ചെയ്തിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇവിടെ പെട്ടികളൊക്കെ പിടിച്ചിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് കിട്ടി. ഇതിന് 0 ആണ്. ബട്ട് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിട്ട് കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ഒരിക്കലും ചാടാൻ പറ്റും. ബട്ട് സാധാ ഡ്രസ്സ് ഇട്ട് കളിച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പ്രശ്നം. അപ്പൊ എന്തായാലും നമുക്ക് വേഗം പോവാം. കുറെ പോവാൻ കിട്ടുന്ന ഇറങ്ങി പോവാം. ഓക്കെ, ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് യെസ് ഒരു വാള് കിട്ടും. പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡ്രസ്സ് കിട്ടും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വിൽക്കും. ഈ പൈസ അത്യാവശ്യമുണ്ട്. മണീസ്. അയ്യോ, ഇത് വിൽക്കല്ലേ. വിറ്റ് കഴിഞ്ഞാൽ അയ്യോ ഇതും വിൽക്കല്ലേ. ഇത് വിൽക്കണം. സോറി, വലിയ കഷ്ടമാണുള്ളത്. വേഗം ഇത് വിൽക്കണം. ഓക്കെ, വിറ്റു. ഓക്കെ, സെറ്റ്, ഓൾ സെറ്റ്.
ഓക്കെ സെറ്റ് വേഗം പോവാം. ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മുടെ അടുത്ത ടാസ്ക് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് എല്ലാം ഇതങ്ങോട്ട് പൊട്ടിച്ചെടുക്കാം. ഓക്കെ ഗൈസ്, ഇതും കൊണ്ട് ഒരു ഉപയോഗം ഉണ്ട് കേട്ടോ. ഒരു മിനിറ്റ്, അല്ലെങ്കിൽ ഞാനിത് എടുത്തിട്ട് വരാം ഗൈസ്. ഞാനപ്പോൾ അത് എടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് എടുക്കാൻ പറ്റിയില്ല. ഹെഡ് ഷോട്ട് അടിക്കാം. ഹെഡ് ഷോട്ട് അച്ചീവ്മെന്റ് മൂവ്മെന്റ് അൺലോക്ക്. യെസ് ഗൈസ്, അങ്ങനെ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ ഒരെണ്ണം അങ്ങനെ സാഹസികമായി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. എൻ്റെ ജോയ്സ്റ്റിക്കിൻ്റെ ചാർജ് കണ്ടോ ഗൈസ് നിങ്ങൾ? ബ്ലിങ്കിങ് ആണ്, കഷ്ടപ്പാടാണ് കളിക്കാൻ. അപ്പം എന്തായാലും നമ്മൾ 2 കൂടി കളിച്ച് നോക്കട്ടെ. നമുക്കിത് എന്തായാലും വേഗം കളിച്ച് സെറ്റാക്കണം. അപ്പം നമ്മൾ 2-ലെത്തിയിരിക്കുന്നു. 2 വേഗം നമുക്കിതൊക്കെ അടിച്ചങ്ങോട്ട് പൊളിക്കാം. ഇങ്ങോട്ട് കയറാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് സീക്രട്ട് ഏരിയ ഉണ്ടോ എന്ന് നോക്കിയതാണ്. നമുക്കപ്പോൾ ഈ ഡ്രസ്സ് അങ്ങോട്ട് എടുത്തിടുക. ഒറ്റ ചാട്ടം പാടിപ്പോയി. ഇല്ല ഗൈസ്, പാടത്തില്ല. കാരണം ഇത് ഭയങ്കര അടിപൊളി ഡ്രസ്സാണ്. ഇതെനിക്ക് മനസ്സിലായത് ഇന്നാള് ഞാൻ മറ്റേ ഇത് കളിക്കുമ്പോഴാണ്. സാധാ എൻ്റെ പവർ കൂടെ ഇതില്ലേ, അതിനകത്ത് ഞാൻ കളിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ഡ്രസ്സ് ഇട്ട അടിപൊളിയാണ്. ഞാൻ ചാടണ കാര്യത്തിൽ ഹെഡ് ഷോട്ട് അടിക്കാൻ പറ്റില്ല. നമുക്ക് ദൂരെ നിന്ന് ഇങ്ങനെ അടിക്കാം. ഓക്കെ സെറ്റ്. ഹെഡ് ഷോട്ട് അടിക്കാം. ഇവിടെ ഹെഡ് ഷോട്ട് അടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഹെഡ് ഷോട്ട് നമ്മളിങ്ങനെ കുറച്ചൊക്കെ അറിയാവുന്ന ആളാണ് ഗൈസ്. കുറച്ചൊക്കെ അറിയുള്ളൂ. അത്ര പ്രോ എന്നല്ല, മാസ്റ്റർ എന്നല്ല. ഞാൻ ഇവനെ സംരക്ഷിക്കണം, അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഇവനൊരു വാള് തരും, അത് നമുക്ക് വിൽക്കണം. കാരണം എന്താ വെച്ചാൽ അതിന് തീരുപ്പം. പിന്നെ ഈ ഡ്രസ്സിന് വേറെ ഗുണം കൂടി ഉണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഉള്ളിലൊക്കെ ഇങ്ങനെ ചാടാം. ഈ കത്തി എടുക്കാം നമുക്ക്, എന്നിട്ട് വേഗം അത് വിൽക്കാം, എന്നിട്ട് പൈസ ഉണ്ടാക്കാം. അങ്ങനെ എന്തെങ്കിലും ഉപകാരമില്ല ഗൈസ്, തീരെ ഉപകാരമില്ല. അവൻ നമ്മുടെ കൂടെ ചിലപ്പോൾ വരും. നമുക്ക് എന്തായാലും ഇതൊക്കെ പൊട്ടിച്ച് അങ്ങോട്ട് എടുക്കാം. മറ്റേ മൈൻക്രാഫ്റ്റ് കിട്ടണതൊക്കെ പൊട്ടിച്ചെടുക്കാം. സീക്രട്ട് ഏരിയ എന്തോ സാധനം കിട്ടിയിട്ടുണ്ട്. അതും വലിയ ഉപകാരമൊന്നും ഇല്ലാത്തതാണ് ഈ പറഞ്ഞ മാതിരി. കാരണം നമുക്ക് അതും കൂടി വിൽക്കാം. അതിനെക്കാട്ടി മുന്നേ ഇവിടെ സീക്രട്ട് ഏരിയ ഉണ്ടെന്ന് തോന്നുന്നു. യെസ്, സീക്രട്ട് ഏരിയ, ഓഫ് കോഴ്സ് സീക്രട്ട് ഏരിയ. ആള് പോയി. ഇത് നമുക്ക് വിൽക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, പവർ ഇല്ലാത്തതൊക്കെ നമുക്ക് വിൽക്കണം. പൈസ ഈസ് ഇമ്പോർട്ടൻറ്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചത്ത് കഴിഞ്ഞാൽ റീപ്ലേ ചെയ്യാൻ നമുക്ക് പൈസ വേണം. ആദ്യം മുതൽ കളിക്കാൻ പറ്റില്ല ഗൈസ്, അതുകൊണ്ടാണ്. ഓക്കെ, അതിനെ വേഗം കൊല്ലുക. എന്നിട്ട് കത്തിൻ്റെ ഉപകാരം എന്താ പറയുന്നത്? കത്തിയല്ല, ഇത് ശരിക്കും പറഞ്ഞ ഇതിനകത്ത് വെച്ചേക്കണത് എന്തിനാന്ന് ഞാൻ കാണിച്ചു തരാം. ഈ മൂലയെ കൊണ്ട് ഇടാനാണ്. ജസ്റ്റ് ഇത്ര ഉള്ളൂ. നല്ല സുഖം. സുഖം കൂടിപ്പോയി. ലോഷനെ സെറ്റാക്കാം. അതിനെക്കാട്ടും പിന്നെ സീക്രട്ട് ഏരിയ കണ്ടുപിടിക്കണം. അതിൻ്റെ മുകളിൽ സീക്രട്ട് ഏരിയ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇതിലിട്ട് പണി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 0 പോകും. അതാണ് പ്രശ്നം. ഇല്ല, സീക്രട്ട് ഏരിയ ഇല്ല. നമ്മളിവിടെ സീക്രട്ട് ഏരിയ കണ്ടില്ല. ഓക്കെ സെറ്റ്. നമ്മളെ വേഗം ഡ്രസ്സൊക്കെ ഇട്ട് പൊളിക്കങ്ങോട്ട് പൊളിക്ക് എല്ലാം പൊളിക്കണം. ഇവൻ ടെററാണ്. നമ്മുടെ മുന്നിൽ ടെററില്ല, കുറച്ച് ടെററാണ്. ഹലോ സുഖം. ഞാനൊരു കാര്യം കാണിച്ചിട്ടെ ഗൈസ്. കണ്ടോ, എനിക്ക് സെറ്റ് ഡ്രസ്സ് കിട്ടി. ഇത് ഞാൻ ഏതോ ഒരു ദിവസം കളിക്കുമ്പോൾ വെറുതെ അങ്ങോട്ട് പോയി നോക്കിയതാണ്. അപ്പം എനിക്കൊരു അടിപൊളി ഡ്രസ്സ് കിട്ടി. ഇതിൻ്റെ വിലന്ന് പറഞ്ഞാൽ നല്ല വിലയുണ്ട്. അമ്മേ, ചെക്കൻ എറിഞ്ഞത് ഹെഡ് ഷോട്ട് ആവുമോ? എന്താ പേടിയുള്ള കാരണം ഞാൻ കൊണ്ടിരുന്നു. യെസ്, നമുക്ക് പച്ചക്കത്തി കിട്ടി. ഞാനിന്നെ പച്ചക്കത്തി എന്നാ പറയുക. നമുക്കപ്പോൾ പച്ചക്കത്തി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ പോണക്കാട്ടി മുന്നേ പച്ചക്കത്തി അങ്ങോട്ട് വിൽക്കാം. പച്ചക്കത്തിയും വിറ്റിട്ടുണ്ട്. നമ്മളങ്ങനെ ലെവൽ 2 കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ലെവൽ 2 കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ലെവൽ 3ലേക്ക് പോകാം. നമുക്ക് പ്രൈസ് ബോണസ് കിട്ടിയിട്ടുണ്ട്. ബോണസായിട്ട് 4000 രൂപ കിട്ടിയിട്ടുണ്ട്. യെസ് ഹെഡ് ഷോട്ടിനാണ് 4000 രൂപ എനിക്ക് കിട്ടിയേക്കണത്. 21 രൂപയും കൂടി കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അവിടെ ആ ചേട്ടൻ നിൽക്കുന്നുണ്ട്. ആ ചേട്ടൻ അവിടെ നിൽക്കട്ടെ. ആ ചേട്ടൻ നമ്മളെ സഹായിക്കൊന്നുമില്ല. നമുക്ക്
വേഗം ലെവൽ 3 കളിക്കാം. കാരണം ജോയ്സ്റ്റിക്കിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ, ചാർജ് ഇപ്പോൾ തീരും. നമുക്ക് പെട്ടെന്ന് കളിക്കാം guys. പെട്ടെന്ന് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് കളിക്കണം. വൈനൊക്കെ ഞെക്കാൻ പറയേണ്ട ഒരു ഉപകരണ. ഓക്കെ വേഗം പോണം, സമയമില്ല. കാരണം ചാർജ് തീരില്ല. ഇവനെ തീർത്തിട്ട് പോണം, വന്നിട്ട് തീർക്കണം. തീർത്തിട്ട് അങ്ങോട്ട് പോയത്. അതിൻ്റെ ഉള്ളിലേക്ക് എന്തോ വലിയ പരിപാടിയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് കഷ്ടപ്പെടണം. വെട്ടുകത്തി കിട്ടി. വെട്ടുകത്തിയും കൊണ്ട് വലിയ ഉപകാരം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0% ഉപകാരം. ഇവിടെ ഫുള്ള് തീർത്തിട്ട് അങ്ങോട്ട് പോകട്ടെ. കാരണം ഇവിടെ എനിക്ക് എപ്പോഴും പണി കിട്ടാറുണ്ട്. അതാണ് ഞാൻ ഇത്തിരി സൂക്ഷിച്ചാണ് കളിക്കണത്. ഓക്കെ സെറ്റ്. സീക്രട്ട് ഏരിയ ഡിസ്കവേർഡ്. നമുക്ക് കത്തിയും കൂടി അങ്ങോട്ട് വിറ്റിട്ട് താഴേക്ക് ഇറങ്ങാം. 2 കത്തിയുണ്ട് വിറ്റ്. ഈ കത്തി എപ്പോ കയറിയതാ, ഞാൻ മൂലമില്ല. ഓക്കെ നമ്മുടെ കയ്യിൽ ഇതില്ല. നമുക്ക് എന്താ ഡ്രസ്സ് കിട്ടിയുണ്ട്. ഫയർ സീക്രട്ട് ഏരിയ ആണ്. ഓക്കെ അതും സീക്രട്ട് ഏരിയ ആണ്. ഫയറിന്റെ ഡ്രസ്സാണ് നമുക്കിപ്പോ കിട്ടിയത്. നമുക്ക് വേഗം അടിച്ച് പൊളിക്കാം. ഇതൊക്കെ പൊട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ നിന്ന് സുഖമായിട്ട് ഹെഡ്ഷോട്ട് അടിക്കാൻ പറ്റും. യെസ് ഓഫ് കോഴ്സ് പറ്റും. ഇവിടെ നിന്ന് സുഖമായിട്ട് ഹെഡ്ഷോട്ട് അടിക്കാൻ പറ്റും. നമുക്ക് ഇതിനെ ഹെഡ്ഷോട്ട് അടിക്കാം. അയ്യോ ഓക്കെ നമ്മൾ ഫുള്ള് ഹെഡ്ഷോട്ടാണ്. ഫയർ. അപ്പൊ നമ്മൾ എന്ത് വേണം, ഡ്രസ് അങ്ങോട്ട് എടുത്തിട്ട് വേണം. എന്നിട്ട് ഇവിടെ നിക്കണം. പക്ഷെ ഭയങ്കര ഇത് കുറവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കുറവാണ്. എനിക്ക് വെട്ടുകത്തി വേണ്ട. അയ്യോ ഇത് ഭയങ്കര പൊട്ടക്കത്തിയാണ്. ഇതൊക്കെ വേഗം ഒന്ന് വിൽക്കണം. ഈ വിൽക്കണ കാര്യമുണ്ടോ ഭയങ്കര ബുദ്ധിമുട്ട്. വിൽക്കലും എടുക്കലൊക്കെ മൈൻക്രാഫ്റ്റ് പോലെയാണ്. ചെസ്റ്റിന് തുറന്നെടുക്കല് ഭയങ്കര ടൈം ലാഗാണ്. എനിക്ക് ഇത്ര ഇഷ്ടമല്ല. ഓക്കെ അപ്പൊ നമുക്ക് വേഗം പോകണം. രക്ഷപ്പെട്ട് നമുക്ക് വേഗം പോകണം. സമയം ഈ ബോക്സ് ഇവിടെ കൊണ്ടിടണം. എന്നിട്ട് ആ ബോക്സ് എടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ എടുക്കേണ്ടത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എടുക്കേണ്ടത് എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പോ ഇങ്ങനത്തെ ഡ്രസ്സാണെങ്കിൽ മാത്രം അയ്യോ ആ പോട്ടെ. നമുക്ക് എന്തായാലും സൂപ്പർ പവറുള്ള ഡ്രസ്സ് ഉണ്ട്. അത് കാരണം നമുക്ക് ജസ്റ്റ് അന്നാത് പൊട്ടിക്കാം. അതറിഞ്ഞ് പൊടിച്ചിട്ട് നമ്മുടെ സൂപ്പർ എബിലിറ്റി ഡ്രസ്സ് അങ്ങോട്ട് എടുത്തിടാം. എന്നിട്ട് ഈസി ഓക്കെ നമുക്ക് ഒരെണ്ണം കൂടി ഇങ്ങനത്തെ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. 8ന്റെ ഇത് കിട്ടിയിട്ടുണ്ട്. ആവശ്യമില്ല, സെല്ല് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതൊരെണ്ണം എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. ആവശ്യമില്ല, സെല്ല് കൊടുക്കാം. നമ്മുടെ ഡ്രസ്സ് അങ്ങോട്ട് എടുത്തിടാം. ഞാൻ കളിക്കണം കഴിച്ചു. അതിനെക്കാട്ടി പിന്നെ ഇതെടുക്കണം. ഈ വയ്യ വെറുതെ മാറ്റിയിട്ട് അത് നിക്കട്ടെ. മാറ്റിയിടം വയ്യാത്തോണ്ട പിന്നെ സമയം പോകും. ഇവിടെ ഇത്തിരി റിസ്ക് കേട്ടോ. നിങ്ങൾ കാണുന്ന പോലെയല്ല, ഇത്തിരി പാടാണ്. നിങ്ങൾ ഇതോ ഇത് ശരിക്കും പാടാണ്. സീക്രട്ട് ഏരിയ ഡിസ്കവർ. ഞാൻ വെറുതെ കയറി നോക്കണം കേട്ടോ. ഒക്കെ സീക്രട്ട് ഏരിയ. ഷോ ചത്ത ഒന്നും ആവശ്യമില്ല. ഓ അതെടുക്കാനും കിട്ടണില്ല. ഇനിയിപ്പോ ഞാൻ മറ്റേത് എടുക്കണില്ല. അങ്ങോട്ട് എടുത്ത് സ്കിപ്പ് ചെയ്യാം. എനിക്ക് വയ്യ കഴിച്ച് ഇങ്ങനെ വലിയ ഉപകാരമൊന്നുമില്ല. സീക്രട്ട് ഏരിയ ഡിസ്കവേർഡ്. നമുക്കെന്തോ അയ്യോ ഇവിടെ ഒന്ന് പെട്ടിട്ടാ അല്ല അങ്ങനെയൊക്കെ ഇടുന്നില്ല. നമുക്ക് ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല വിലയുടെ സാധനമാണുള്ളത്. പക്ഷെ അത് വലിയ ഇതില്ല, കുറച്ച് സാധനമാണ്. യെസ് ഫൈനലി
ലെവൽ 3 കംപ്ലീറ്റ് അല്ലെ ലെവൽ 4 കംപ്ലീറ്റ്. ലെവൽ 3 ആണോ 4 ആണോ എന്നറിയില്ല. പിന്നെ ബോണസ്, നമുക്ക് ബോണസ് കിട്ടി നമുക്ക് എറിയാൻ പറ്റില്ല, അതാണ് ഇതിന്റെ പ്രത്യേകത. ചാവരുത്, ചത്തു കഴിഞ്ഞെടുത്ത് മൊത്തം. അതാണ് നമുക്കപ്പോ സാധനങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ തള്ളി 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 താഴിട്ട് ഇങ്ങനെ പൊട്ടിക്കണം, എന്നാലും നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് വേറെ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഏറ്റവും വലിയ ഗുണമായിട്ട് തോന്നിയത് ഇവര് മറ്റേ സാധനങ്ങളെ പോലെ മൂളിക്ക് എറിയില്ലാത്തതാണ്. നമ്മളെല്ലായിടത്തുണ്ട്. യെസ് കംപ്ലീറ്റ് 1 2 3. യെസ് കംപ്ലീറ്റ് ചെയ്യുന്നു. നമ്മളങ്ങനെ കഷ്ടപ്പെട്ട് ജയിച്ചിരിക്കുന്നു. പിന്നെയും പ്രൈസ് റൂം, ഇത് പ്രൈസ് റൂമാണ് കേട്ടോ. ഓക്കെ, ഇത് പ്രൈസ് റൂമാണ്. എത്ര രൂപയാണ്? 8000 പ്ലസ്. കൊള്ളാലോ. ഈ പൈസയും കൊണ്ട് എനിക്ക് നല്ലൊരു വാൾ വാങ്ങണം, എന്നിട്ട് നല്ലൊരു ഡ്രസ്സ് വാങ്ങണം. യെസ് ഗൈസ്, നല്ല പവർ കൂടിയതൊരു ഡ്രസ്സ് വാങ്ങണം. പിന്നെ ഇപ്പം നമുക്ക് ഓക്കെ ബൈ. ഈ 19,000 വെച്ച് ഞാനൊന്നും വാങ്ങില്ല. ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഡ്രസ്സ് ഇതാണ്, 26,000 രൂപയാണ്. പിന്നെ ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വാള് ഇതാണ്, ഇതിന് 27,000 രൂപയാണ്. ഓക്കെ, മോർ ഗോൾഡിലും കിട്ടാം. അതൊന്നുമില്ല ഗൈസ്, നമുക്ക് വേഗം പോവാം. ലെവൽ 4 ഇതാ, ലെവൽ 4 കൂടി ഞാൻ കളിക്കാൻ പോകുന്നു. ലെവൽ 4 ഒന്നുമില്ലേ ഉണ്ടല്ലോ. ഹലോ, ഇത് ലാസ്റ്റ് ഒരു ഹലോ അത് ചാവില്ല കേട്ടോ, അത് തന്നെയല്ല പണിയെടുത്തോട്ടെ, നമുക്ക് വെറുതെ നോക്കിന്നാണ്. ഇതിനും വലിയ പവറൊന്നുമില്ല. ഇവർക്ക് വെക്കുമ്പോൾ കുറച്ച് പവറുള്ള സാധനങ്ങളൊക്കെ വെച്ചുകൂടിയെന്നാണ് കഴിച്ചമായി. ഇത് എന്തിനും ഉപകാരപ്പെടുമല്ലോ, എന്തിനാന്ന് എനിക്കറിയില്ല, ബട്ട് എന്തിനും ഉപകാരപ്പെടും. അതാണ് അവിടെ ഇരുന്നോട്ടെ. എന്തിട്ട് കാട്ടണേ? അയ്യോ, സെറ്റ്. അമ്മ എനിക്ക് കടി കിട്ടി കഴിച്ചു, കുറച്ചധികം കടി കിട്ടി. നമുക്ക് ആ മോൺസ്റ്റർ ആ സാധനത്തിന് തട്ടി അങ്ങോട്ട് കിട്ടണം. എന്തായാലും ഒന്നും കൊള്ളാത്ത ഡബിൾ ജമ്പ് ഞെക്കണം, നന്നായിട്ട്. ഓക്കെ, ഹെഡ് ഷോട്ട് ഞാനാട്ടോ വന്നത് ഗൈസ്, സത്യമായിട്ട് ഞാനാ വന്നത്. ഇതെന്താ സൂപ്പർ എബിലിറ്റിയാണ്. ഇതിനകത്ത് മറ്റേ കുഞ്ഞായി ഒക്കെ ഉണ്ട് കേട്ടോ, കുഞ്ഞായി അതവിടെ ഇരിക്കട്ടെ. അത് രസമാണ് കുഞ്ഞായി അടിപൊളി സാധനം. അത് കാരണം ഞാൻ വിൽക്കണില്ല, പവറൊന്നും ഇല്ല കണ്ടോ, ഇങ്ങനെ കുഞ്ഞായി ഡബിളായിട്ട് പോകും. അതാണ് ഈ പവറിന്റെ പ്രത്യേകത. 35 എങ്ങനെ -5? ഓക്കെ, ഓരോ ആയുധങ്ങൾ എടുക്കുമ്പോൾ അതിനനുസരിച്ച് ഇതാവൂലേ ഗൈസ്. ഓക്കെ, ഓരോ ആയുധത്തിനനുസരിച്ചാണ് നമ്മുടെ ഡ്രസ്സിന് പ്ലസും മൈനസും ഒക്കെ ആവുക. അപ്പൊ ഏറ്റവും നല്ല ബെസ്റ്റ് ആയുധം എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടണോ? ഞാൻ വന്ന് കൊന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താണ് പ്രശ്നം? പണി കിട്ടി. കുഴപ്പമില്ല, നമ്മളിതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ്. ഓക്കെ, സെറ്റ്. എല്ലാത്തിനെയും കൊന്നു. ഓക്കെ, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വായിക്കാൻ സമയമില്ല, കാരണം ജോയ്സ്റ്റിക്കിന്റെ ബാറ്ററി ലീസിലോ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. ഇനി ഈ കുഴിയിൽ ചിലപ്പോൾ അത് വീഴുന്ന തോന്നണം, എനിക്ക് അറിയില്ല. ചിലപ്പോൾ വീഴും അറിയില്ല. വീഴും തോന്നുന്നു. ആ ഓക്കെ, വീഴും. ഞാൻ വീഴില്ല ഗൈസ്, ഞാൻ വീഴില്ല. ഓക്കെ, ഞാൻ വീഴില്ല. ഓക്കെ, അപ്പോൾ ഇത് ഫുള്ളും വായിച്ചു തീർക്കണം. എന്തൊരു പ്രശ്നമല്ലേ. കഴിഞ്ഞ ഞാൻ പോട്ടെ. ലെവൽ 5 അല്ല 3 അല്ല 4 കംപ്ലീറ്റ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ലെവൽ 5 കളിക്കാനുള്ള ചാർജ് ജോയ്സ്റ്റിക്കിലില്ല. ജോയ്സ്റ്റിക്ക് സ്വാഭാവികവശാൽ ഓഫായിപ്പോയി. ഓക്കെ, ഇതേ കണ്ടോ, ഓഫായിപ്പോയി കളിക്കണതിൻ്റെ ഇടയ്ക്ക്. അത് കാരണം ജോയ്സ്റ്റിക്കിന് ചാർജ് ഇല്ലാത്ത കാരണം നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ഇതിൻ്റെ ലെവൽ 5 to ലെവൽ 10 വരെ കളിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്. അപ്പോൾ ബൈ.